ദൃശ്യം 3 കണ്ടു. ഏറ്റവും വലിയ സന്തോഷം ദൃശ്യം സീരീസിന് 3 അല്ല 4 ഉണ്ട്. അപ്പോൾ പടം മസ്റ്റായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം. അപ്പൊ ദൃശ്യം 3 പടം 1ഉം 2ഉം അപേക്ഷിച്ച് പടത്തിന്റെ മേക്കിംഗ് കിഡു. ജിത്തു ജോസഫിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ദൃശ്യം എവർ എന്നാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇതേമാതിരി ഒരു മൂവി, ഒരു സീരീസ്, ദൃശ്യം സീരീസ് പോലെ ഒരു സീരീസ് വരില്ല. ദൃശ്യം 4 ഉണ്ട്, നമുക്കതിന് കാത്തിരിക്കാം. പടത്തിന്റെ കഥ എനിക്ക് അത്രത്തോളം, നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല, പക്ഷെ 3 എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. പടം സ്റ്റാർട്ടിങ് ഇന്റർവൽ വരെ ചെറിയൊരു സ്ലോ ആണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പടം കാണണമെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കും പടം കാണാനുള്ള ബ്രില്യൻസ്, അതാണ് ഈ ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു കഴിവ്. ആ പടത്തിന് അല്ലെങ്കിൽ എന്താ പറയാ, പടം എടുത്തു വെച്ചിരുന്ന അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടാണ് പടം പതുക്കെ ബിൽഡപ്പ് ചെയ്ത് തുടങ്ങി. ഇന്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷയം പടം എന്ന് പറഞ്ഞാൽ അമ്മാരി പടം. നമ്മള് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഈ പടമാണ് ദൃശ്യം. ഇനി വീണ്ടും നമ്മൾ കാത്തിരിക്കുക ദൃശ്യം 4 എപ്പോ ഇറങ്ങുന്നു വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാൽ ആസ് യൂഷ്വൽ ആളുടെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നേ 21 മെയ്. അത് ആള് തൂക്കി. പടം 100 കോടി എന്താ പറയാ, ഞാൻ 2 ദിവസം അതിന് അത്ര 3 ദിവസം മെയ് പിടിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഷുവർ ഹിറ്റ് ആണ് പടം. മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല എന്താ പറയാ സ്ക്രീൻ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുക. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും പടം പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് കാണണം. മേ ബി നിങ്ങൾക്ക് എന്താ പറയുക 6 മണി ശേഷം ഷോ ഒന്നും കിട്ടില്ല. വെള്ളി ശനി ഞായറൊക്കെ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല, ഉച്ചയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ കുറച്ച് അകലുള്ള തിയേറ്ററിൽ പോയാൽ കിട്ടും. പിന്നെ പടത്തിലുണ്ടോ, നമ്മുടെ സാധാരണ ആൾക്കാർ പറയും പടത്തിനൊക്കെ എന്താ ലോജിക്കുള്ളതെന്ന്. ഈ പടത്തിലെ ഓരോ കുഞ്ഞു സംഭവങ്ങൾക്കും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മോഹൻലാൽ ഈ കഥാപാത്രത്തില് എത്ര എന്താ പറയാ, നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു ദൃശ്യം എന്നുള്ള ഒരു ലോകമായി പോയി. നമ്മള് എവിടെയോ നടന്നൊരു പടം, നമ്മളെല്ലാം അത് ആളുടെ ആ ഒരു കുറ്റം അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ കാത്തിരിക്കണ മാതിരി. അപ്പൊ അത്രത്തോളം ആളിലേക്ക് ദൃശ്യത്തിന് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നുള്ളത് ഈ പടത്തിന്റെ വലിയൊരു വിജയമാണ്. ഞാൻ പറഞ്ഞല്ലോ, പടം മേക്കിംഗ് അടിപൊളിയാണ്. സസ്പെൻസുകളുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഒരു രോമാഞ്ചം എന്ന് പറഞ്ഞാൽ അതേമാതിരിയുള്ള കുറെ സംഭവങ്ങളുണ്ട്. കൈയടിച്ചു പോകുന്ന സംഭവങ്ങളുണ്ട്. അതായത് ഒരു ഹീറോയിസ് അല്ല, അഭിനയം കൊണ്ട് ഉള്ള ഒരു പടമാണ്. അല്ലാണ്ട് ഒരു ഫാനിസം എന്നുള്ളൊരു സംഭവം ഒന്നുമില്ല. സൂപ്പർബിളി മസ്റ്റ് ആയിട്ട് വാച്ചിരിക്കേണ്ട പടം. ഓരോ കഥാപാത്രങ്ങൾക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ ആ പടത്തിന്റെ, ഞാൻ കഥയിലെ കുറിച്ചാണ്, എഴുത്തില് അത്രത്തോളം ബ്രില്യൻസ് ഉണ്ട്. പടത്തിന്റെ മേക്കിങ്ങിലും അത് ആവിഷ്കരിച്ചതിലും അത്രയും അടിപൊളിയാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യുക. കണ്ട ആൾക്കാർ കമന്റ് പറയുക. നോ സ്പോയിലേഴ്സ്. ഗോ ആൻഡ് വാച്ച് ദൃശ്യം 3 ആൻഡ് വെയിറ്റ് ഫോർ ദൃശ്യം 4.